ഒരു സ്വാർത്ഥതയും ആ വിഷയത്തിലില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. ശിർക്കിൻ്റെതായ എല്ലാ ഇനങ്ങളെയും മുജാഹിദുകൾ എതിർത്തു. തൗഹീദിൻ്റെതായ എല്ലാ ഇനങ്ങളെയും മുജാഹിദുകൾ അംഗീകരിച്ചു. തൗഹീദിനെ പരിപൂർണമായി അംഗീകരിക്കുകയും ശിർക്കിനെ പരിപൂർണമായി വിഭാടനം ചെയ്യാനുള്ള മുഴുവൻ പ്രവർത്തനത്തിലും മുജാഹിദുകൾ ഏർപ്പെട്ടിട്ടുണ്ട്, സംശയമില്ല. പക്ഷേ ഫൈസി അവിടെയും കളവാവർത്തിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കളവ് പറയാം എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും മൂപ്പരുള്ളത്. എന്നിട്ട് മൂപ്പര് പറയുന്നത് കേട്ടു മുജാഹിദുകളെ കുറിച്ച് മറ്റൊരു ആരോപണം. എന്താണ് അദ്ദേഹം പറയുന്നത്? എല്ലാ അർത്ഥത്തിലും മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന സഹായം മറഞ്ഞ വഴിക്കാണെന്നതുകൊണ്ട് അത് മുഴുവനും നിരാകരിച്ചു, മുഴുവനും ചോദ്യം ചെയ്തു. ഈ മാനദണ്ഡം വെച്ച് തന്നെ മന്ത്രം ശിർക്കാണെന്ന് പറഞ്ഞു, ഉറുക്ക് ശിർക്കാണെന്ന് പറഞ്ഞു, പിഞ്ഞാണം എഴുതി കുടിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞു, മന്ത്രിച്ചൂതിയ നൂലുകെട്ടൽ ശിർക്കാണെന്ന് പറഞ്ഞു, മന്ത്രിച്ചൂതിയ വെള്ളം കുടിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞു. ആത്മീയമായ സകലമായ ചികിത്സകളും അവർ നിരാകരിച്ചു, അകശുദ്ധ ശിർക്കാണെന്ന് പ്രചരിപ്പിച്ചു. ആ നിലയിൽ വ്യാപകമായ പ്രചരണവുമായി മുന്നോട്ട് പോയ ജനവിഭാഗം എത്രത്തോളം എന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ജിന്ന് പിശാചുകളുമായി ബന്ധപ്പെട്ട് അപൂർവമായി ചില ആളുകൾക്കെങ്കിലും ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ലോകത്തെന്നും എക്കാലവും മന്ത്രം, അത്തരത്തിലുള്ള ആത്മീയ ചികിത്സകളാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇജാസത്ത് പ്രകാരം നടത്തി വരുന്ന ഒരുപാട് ആളുകളെ എന്നും എക്കാലവും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് രോഗം സുഖപ്പെടാറുമുണ്ട്. പക്ഷേ അത്തരം മന്ത്രവും ഉറുക്കും ആത്മീയ ചികിത്സകളും നിരാകരിക്കാൻ വേണ്ടി, അത് ശിർക്കായി ചിത്രീകരിക്കാൻ വേണ്ടി, അങ്ങനെ ജിന്നും പിശാചുമില്ല, ജിന്നിന്റെയും പിശാചിന്റെയും രോഗമില്ല, ജിന്ന് ബാധയില്ല, പിശാച് ബാധയില്ല, ഈ വിധത്തിൽ വ്യാപകമായ പ്രചരണം മുജാഹിദ് പ്രസ്ഥാനത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അഴിച്ചുവിട്ടു. കണ്ടോ? അപ്പൊ മുജാഹിദുകൾ മന്ത്രത്തെ എതിർത്തിട്ടുണ്ട്. കളവ് പറയാം, മുജാഹിദുകൾ മന്ത്രത്തെ എതിർത്തിട്ടുണ്ട്. ഏത് മുജാഹിദ എതിർത്തത്? മന്ത്രത്തെ ഏത് മുജാഹിദ് എതിർത്തത്? മുഹമ്മദ് അമാനി മൗലവി എഴുതിയ ഖുർആൻ പരിഭാഷ, ആ പരിഭാഷയിൽ പോലും മന്ത്രത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇനി അതെല്ലാം പോകട്ടെ, മറ്റൊരു തെളിവ് 1985 ജൂലൈയിൽ പുറത്തിറങ്ങിയ അൽമനാർ. 1985 ജൂലൈയിൽ പുറത്തിറങ്ങിയ അൽമനാറിൽ ഒരു ഹെഡിങ് തന്നെ മന്ത്രം എന്നാണ്. 85 അൽമനാറാണിത്. ഇന്നലെ ഇറങ്ങിയതല്ല, മിനിഞ്ഞാന്നിറങ്ങിയതല്ല, നേരെ മറിച്ച് 85 ഇറങ്ങിയ ഈ അൽമനാറിൽ കാണാം മന്ത്രം എന്നൊരു ഹെഡിങ്. എന്നിട്ട് അതിൽ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. പ്രസക്തമായ ചില ഭാഗങ്ങൾ നിങ്ങൾ കേട്ടോളൂ. ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രവാചകന്റെ ചര്യ എങ്ങനെയായിരുന്നുവെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. എന്നിട്ട് പിന്നെ കാണാം സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എന്നിവ പാരായണം ചെയ്ത് തന്റെ ഇരു കരങ്ങളിലും ഊതി ആ കൈകൊണ്ട് ശരീരവും ശരീരഭാഗങ്ങളും തടവുക പ്രവാചകന്റെ പതിവായിരുന്നു. എങ്ങനെ മന്ത്രിക്കണമെന്ന് കൂടി ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചകന്റെ മന്ത്രങ്ങൾ ധാരാളം ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ജിന്നിൽ നിന്നും മനുഷ്യനിൽ നിന്നും പ്രവാചകൻ അഭയം തേടിയിരുന്നു. ഈ ഖുർആൻ വാക്യവും പ്രവാചകൻ മന്ത്രമായി ജപിച്ചിരുന്നു. എന്നിട്ട് ഖുർആൻ സൂറത്ത് മുഅ്മിനൂൻ 97-98 ആയത്തുകൾ കൊടുത്തിട്ട് വീണ്ടും പറയുന്നു, മുഅവ്വിദത്തൈനിയായിരുന്നു അധികമായി അഭയതേട്ടത്തിന് പ്രവാചകൻ ജപിച്ചിരുന്നത്. ഖുർആൻ ഹദീസ് വാക്യങ്ങൾ കൊണ്ടാണ് മന്ത്രിക്കേണ്ടതെന്നാണ് അധിക പണ്ഡിതന്മാരുടെയും അഭിപ്രായം. മന്ത്രത്തിന് പൊതുവെ 3 നിബന്ധനകൾ പണ്ഡിതന്മാർ നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ വചനം, അവന്റെ നാമങ്ങൾ, ഗുണനാമങ്ങൾ എന്നിവ കൊണ്ടായിരിക്കുക. അറബി ഭാഷയിലോ അർത്ഥമറിയാവുന്ന മറ്റു ഭാഷകളിലോ ആയിരിക്കുക. മന്ത്രഫലം കൊണ്ടല്ല, അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടാണ് ഫലസിദ്ധി ഉണ്ടാവുന്നതെന്ന് വിശ്വസിക്കുക. രോഗത്തിന് മരുന്ന് ശരീരത്തിൽ ഫലം ചെയ്യുന്നത് പോലെ മനസ്സിനെ ദൈവബോധത്തിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു ഉപാധിയാണ് മന്ത്രം. മനസ്സ് ശരീര വളർച്ചയിലും തളർച്ചയിലും സാരമായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിനാൽ മന്ത്രം അല്ലാഹുവിലുള്ള ശരിയായ വിശ്വാസം മനസ്സിൽ ഉറപ്പിക്കാനുള്ള പ്രാർത്ഥനയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, അവര് പറഞ്ഞു, കണ്ണീറിന് മന്ത്രിക്കുവാനായി എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു, അല്ലെങ്കിൽ മറ്റാരോടോ കൽപ്പിക്കുകയുണ്ടായി. ബുഖാരി, മുസ്ലിം, നസായി. ആപത്തുകൾ വരുന്ന മാർഗങ്ങൾ പലതരത്തിലാണ്. ഭൗതിക കാരണങ്ങൾ, അറിഞ്ഞുകൂടാത്ത മാർഗങ്ങളിലൂടെയും ആപത്ത് വരാം. അസൂയാലുക്കളുടെ നോട്ടം നിമിത്തം ആപത്ത് വരുവാൻ സാധ്യതയുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ ആ വിപത്തിൽ നിന്ന് രക്ഷക്കായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ ഭാര്യ
അസ്മാ ബിന്ത് അബി ഉമൈസിന്റെ കുട്ടികൾക്ക് കണ്ണേറ് വന്നപ്പോൾ മന്ത്രിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതായി തുർമുദിയും നസായിയും ഉദ്ധരിച്ച ഹദീസുകളിൽ വന്നിട്ടുണ്ട്. 2-ാം നമ്പർ ഹദീസിൽ വ്യക്തമാക്കിയ നിബന്ധനകൾ ഇവിടെയും പാലിക്കേണ്ടതാണ്. പിന്നെ ഇങ്ങനെ വിശദീകരിക്കുക, കണ്ണീറിന് മന്ത്രിച്ച ഹദീസുകൾ ഇമാം ബുഖാരി ഉദ്ധരിക്കാൻ വീണ്ടും ഇതിൽ പറയുകയാണെന്ത്, അള്ളാഹു മനുഷ്യനെ നിരന്തരം ബന്ധപ്പെടാനുള്ള അള്ളാഹുമായി മനുഷ്യനെ നിരന്തരം ബന്ധപ്പെടുത്താനുള്ള മാർഗമാണ് പ്രാർത്ഥന. വിഷജന്തുക്കൾ, പൈശാചിക ദുർബോധനങ്ങൾ, അസൂയാലുവിൽ നിന്നുണ്ടാകുന്ന വിപത്തുകൾ എന്നിവയൊക്കെ ആപത്തിനുള്ള പൊതു കാരണങ്ങളാണ്. വിഷയത്തിന്റെ പ്രവർത്തനവും പിശാചിന്റെ പ്രവർത്തനവും നമുക്കറിയാവുന്നതാണ്. എന്നാൽ കണ്ണീർ എന്തെന്നും അതിന്റെ പ്രവർത്തനം എങ്ങനെയെന്നും പൂർണ്ണമായ നിലയിൽ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാത്ത കാര്യങ്ങൾ സംഭവിക്കുകയില്ലെന്ന് പറയുന്നത് ബുദ്ധിയല്ല. നമുക്കറിയാത്ത മാർഗത്തിലൂടെ ആപത്ത് നമ്മെ ബാധിക്കുമ്പോൾ അവ തടുക്കാനും അകറ്റുവാനും അള്ളാഹുവിനെ കഴിയൂ. അതുകൊണ്ടാണ് പ്രവാചകൻ തന്റെ പൗത്രന്മാർക്ക് വേണ്ടി കാവലിനെ ചോദിക്കുന്നത്. കുട്ടികൾക്ക് എഴുതിക്കെട്ടുക, കോലങ്ങൾ ഉണ്ടാക്കി നാട്ടുക, കരിങ്കണ്ണ തുറച്ചു നോക്കുക എന്ന ബോർഡ് എഴുതി വെക്കുക എന്നിവയല്ല കാവലിനെ ചോദിക്കാനുള്ള മാർഗങ്ങൾ. അള്ളാഹുവിന്റെ പൂർണ്ണമായ നാമങ്ങൾ കൊണ്ടാണ് കാവലിനെ ചോദിക്കേണ്ടത്. മന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന നല്ലൊരു ലേഖനം തന്നെ 1985 അൽമനാറിൽ വന്നിട്ടുണ്ട്. ഹദീസുകൾ കൃത്യമായി ഉദ്ധരിച്ചിട്ട്